ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ വഴിയേ പറയാട്ടാ. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയതാട്ടാ ഇന്നലെ വൈകുന്നേരത്ത് പച്ചക്കറി വണ്ടി പോകുന്നുണ്ടപ്പോൾ. അപ്പൊ പുട്ടൊന്നും ജനലിന്റെ അപ്പുറത്തല്ല കേട്ടാ. ഓന്ന് വായിൽ പറഞ്ഞപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ കാലിൻ്റെ വീട്ടിൽ ആ ചവിട്ടി വന്ന് എടുക്കട്ടാ. നിങ്ങൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എറിഞ്ഞ് കഷ്ടപ്പെടണ്ട, എല്ലാം തന്നാളി പറഞ്ഞിട്ടാ. അപ്പം ഇന്ന് മീനൊന്നും ഇല്ല കേട്ടാ. ഇന്ന് ഉണക്കച്ചെമ്മീൻ മാങ്ങയൊക്കെ ഉണ്ടല്ലോ. അപ്പം മാങ്ങയൊക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ വറുത്തരച്ചിട്ട് ഇന്നൊരു അടിപൊളി കറി ഉണ്ടാക്കണം കേട്ടാ. പിന്നെ ഇന്ന് പുട്ടും മുതിരയാണ്. പിന്നെ എന്നും പുട്ടും മുതിരയും വിചാരിക്കണ്ട കേട്ടാ. പൊടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പുട്ടുപൊടിയാണ് ഇപ്പം കൊടുക്കുന്നത് കേട്ടാ. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ വിചാരിച്ച് ഇനി സാവധാനം പതിയെ പൊടികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെയല്ല കേട്ടോ. അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടും പപ്പടമായാലും പുട്ടും പഴമായാലും പുട്ടായാലും കറികളും ഒക്കെ ആയാലും ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മുതിരയൊക്കെ വെള്ളത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കല്ലൊക്കെ ഒന്ന് അരിച്ച് നോക്കുമ്പോൾ കല്ലൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും മുതിരയാകുമ്പോൾ നമ്മളൊന്ന് കല്ലരിക്കുമല്ലോ പൊതുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് ഒക്കെ ഒന്ന് കഴുകിയിട്ട് അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആ പുക ചൂളേന്ന് പുക പോണ പോലെ പോണത്. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഞാൻ ഒരു ദിവസം വീഡിയോ ഇടായിരുന്നിട്ടുള്ളൂ. മുളക് ഉണക്കണമൊക്കെ മുന്നത്തെ കേട്ടാ, പല്ല് പറിക്കാൻ പോകണം അന്നത്തെ വീഡിയോ കേട്ടാ. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മൾ പറഞ്ഞ് വെയിലൊന്നും കൊള്ളരുത് കേട്ടാ, എന്തിനാ വെയിൽ കൊള്ളണമെന്നൊക്കെ. അതൊക്കെ കൂട്ടുകാരെ മുന്നത്തെ വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ വീഡിയോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് പോയ പല്ലല്ല കേട്ടോ എടുത്തുള്ളത്. അപ്പോൾ നമ്മൾക്ക് അറിയില്ലല്ലോ, ഡോക്ടർമാരല്ലേ ഇപ്പോൾ അതൊക്കെ പഠിച്ചവർ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒന്നിങ്ങനെ മേടി രണ്ട് പല്ലുമ്മലും ആ ഞാൻ പറഞ്ഞ പല്ലും അതിൻ്റെ അപ്പുറത്തുള്ള എമ്മലും മേടിയപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള പല്ലാണ്ടയ്ക്ക് ഭയങ്കര വേദന വന്ന്. അപ്പോൾ സ്കാൻ എടുക്കാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഈ എറ്ററ്റത്ത് ഇങ്ങനെ കെടുക്കുകയാണ് ആ പല്ല്. അപ്പോൾ ആ പല്ല് അതിൻ്റെ അടുത്തുള്ള പല്ലിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറി നിൽക്കണത്രേ. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, കൊല്ലങ്ങളായിട്ട് ആ പല്ലിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇൻഫെക്ഷനായിട്ട് പഴുപ്പായി ഇതാണ്. അപ്പോൾ ആ പല്ലാണ് അടുത്തുള്ളത്. അപ്പോൾ അണക്കുള്ള പല്ല അവിടെ ഉണ്ട്, അതിന് ചെറിയൊരു ഓട്ടമുണ്ട്, അത് അടച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ അതാണ് അപ്പോൾ എനിക്ക് ഇത്ര വേഗം വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റിയത്. സ്റ്റിച്ച് ഉണ്ട്, അത് തിങ്കളാഴ്ച എടുക്കുള്ളൂ. എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. ഒരു ദിവസം ഒരു നേരം മാത്രം ഒരു ഭക്ഷണം ഒരു ദിവസം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടാ. പക്ഷേ കൊല്ലിക്ക് ചെറിയൊരു വീർപ്പുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് കൂട്ടുകാരോട് പറയണമല്ലോ. അപ്പം മറ്റേ പല്ലാണെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇപ്പം തന്നെ ഒന്നും വീഡിയോയിൽ വരില്ല കേട്ടാ. അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പം അതാണ് നമ്മൾ വിശേഷമൊക്കെ. അപ്പം നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പിടിക്കുക കേട്ടാ. കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ ഉണക്കച്ചെമ്മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരു മാങ്ങയും ഒരു തക്കാളിയും 2 പച്ചമുളകും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണ് എരുള്ളും എരിവില്ലാത്തതും കൂടിയിട്ടുള്ള 1 സ്പൂണ് മുളകും പൊടിയും 1/4 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. വേവാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനുള്ള. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഇനി അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം അപ്പുറത്തെ അടുപ്പത്ത് മുതിരയൊക്കെ വന്നത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇന്നലെ ഉണ്ണിത്തണ്ട് അന്ന് ചെറിയൊരു വാഴ വെട്ടിയല്ലോ, അതിൻ്റെ ഉണ്ണിത്തണ്ടിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം അതിനുള്ള പയറൊക്കെ ഞാൻ കുതിർത്തിയിട്ട് അടുപ്പത്ത് അപ്പുറത്ത് ഗ്യാസുമ്മ അത് വേവുണ്ട് കേട്ടാ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ ഒരു മാതിരി ആയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉണക്കച്ചെമ്മീനൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഉണക്കച്ചെമ്മീൻ ഞാൻ വാങ്ങിച്ചാൽ കഴുകി ഉണക്കി വയ്ക്കുന്നില്ല കേട്ടോ. അതുപോലെ വറുത്തിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക. അപ്പം ഞാൻ വറുത്ത് അങ്ങനെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. അതിലേക്ക് നമ്മൾ നാളികേരമൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കറി താളിക്കണം. അപ്പോൾ ഏട്ടനും പോവാൻ 9:30 ആകുമ്പോഴേക്ക് അതൊക്കെ ആവണം കേട്ടോ. ചോറും കറി ഉപ്പേരി എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെ കറിയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുഞ്ഞുള്ളി താളിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് വയ്ക്കണം. നല്ല അടിപൊളി
ടേസ്റ്റുള്ള കറി ആയിരുന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക കേട്ടോ കൂട്ടുകാരെ, ഈ പച്ച നാളികേരം അരച്ച ഉണക്കച്ചെമ്മീൻ വെക്കണേക്കായും ഇതുപോലെ വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാ. ഇപ്പം എനിക്ക് അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വറുത്തരച്ചിട്ട് ഉണക്കച്ചെമ്മീൻ വെക്കുമ്പോൾ. മാങ്ങ ഇട്ടിട്ടാ. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നമുക്ക് മുതിരപ്പേരി ഒന്ന് വറവിടണം. അപ്പോൾ അത് ഞാൻ കുക്കറിൽ തന്നെ വെന്ത് അങ്ങനെ കയ്യിലേറ്റൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാവർക്കും ഒരു തിരക്കാണല്ലോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും കടുകും ഒക്കെ പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ വൻപയറും ഉണ്ണിത്തണ്ടും കേട്ടോ ഉപ്പേരി അതൊക്കെ റെഡിയായി. അങ്ങനെ രാവിലെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നും ഞാനിപ്പോൾ മെഷീനിലാണ് കേട്ടോ. അപ്പം ഒന്ന് കുറച്ചുള്ളൂ കഴുകാൻ. അപ്പം ഞാൻ വേഗം മഴ മൂടി കെട്ടിയതാട്ടോ. അത് ഈ കാണുന്നത് ആകെ ഇരുട്ട് കുത്തിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം അയച്ചിട്ട് ഞാൻ തുണിയാൾ വെള്ളമെങ്കിലും പോട്ടെ അയച്ചിട്ട് ഞാൻ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഒന്ന് കല്ലുമ്മൽ തന്നെ ഉണ്ട് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. പിന്നെ നമ്മളെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടാ തല ഇളകരുത്, വെയിൽ കൊള്ളരുത്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാർ. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുകയല്ല കേട്ടോ. നമ്മൾക്ക് ഈ ഒരു സ്നേഹം ഇൻകം കിട്ടുന്നതൊക്കെ ആൾക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് കുറേ കൂട്ടുകാരിട്ടാ, നല്ല നല്ല കൂട്ടുകാർ. എത്ര കൂട്ടുകാരിനോട് പറഞ്ഞ് ഈ വെയിൽ പിന്നെ കൊള്ളണ എന്തിനാണ് ഈ പല്ല് പറിച്ചിട്ട് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടാ. പിന്നെ എന്ന് ചകിരി കൊണ്ടിട്ടോ അന്ന് പിടിച്ച മഴയാണ് കേട്ടാ. എത്ര മുങ്ങിക്കുളി കുളിച്ചിപ്പോൾ ഈ ചകിരി വെച്ചിട്ടാ. അപ്പോൾ ഈ മഴ വിടുവിടുന്ന് വരുന്നുണ്ട്, പെയ്യുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ വേഗം അതിൽ ഒരു മാതിരി ഒലർന്ന ചകിരിയൊക്കെ ഞാൻ ചാക്കിലാക്കുക കേട്ടാ. അതിലിടയ്ക്ക് ഒരു 2 വെയിൽ തെറിച്ച് അന്ന് എൻ്റെ മിളകുണക്കലും മല്ലിയും മഞ്ഞളൊക്കെ പൊടിച്ച് പാത്രത്തിലായിട്ടാ. അപ്പോൾ കല്യാണത്തിന് ഉള്ള നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ളതൊക്കെ ഇപ്പോൾ പൊടിച്ചിട്ടാ. ഇനി കല്യാണത്തിൻ്റെ ആവശ്യത്തിനുള്ളത് നമ്മൾ കണക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം അവർ പറയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അപ്പം വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിക്കുള്ളൂ കേട്ടാ. അങ്ങനെ ചകിരി ഒരു മാതിരി ഒലുന്നതൊക്കെ ഞാൻ ചാക്കിലാക്കിയിട്ടുണ്ട്. ഒരു ചാക്ക് ഞാൻ ഇന്നലെ നല്ല ഉണങ്ങിയത് നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് എന്തോ ഒരു ചീത്ത സമയത്താണ് കേട്ടോ ഞാൻ അവിടെ കൊടുന്നിട്ടത്. എന്തായാലും വെറുതെ 4 ഭാഗം ഒന്നത് വൃത്തിയായി. എന്തായാലും അതൊക്കെ ഒരു ഭാഗത്തുണ്ട് കൊടുന്നിട്ടപ്പോൾ. വെയിൽ ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇത്ര വെയിലുള്ള സ്ഥലം വെറുതെ ചുറ്റുഭാഗമേ ഇല്ല. അപ്പോൾ എന്തായാലും വേണ്ട. ഇനിയിപ്പോൾ ഒരു മാതിരി വരുന്നത് എന്തായാലും മഴ കൊള്ളിക്കേണ്ട വെച്ചിട്ട് പിന്നെ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് ചാക്കിലാക്കിയിട്ടാണ്. ഒരു ചാക്ക് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി ഇനി കുളിക്കുക എന്തെങ്കിലും ആവട്ടെ, അവിടെ എടുക്കട്ടെ. അല്ലാതെ ഇപ്പം നമുക്ക് നനഞ്ഞ് കുതിർന്നൊന്നും ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. കത്തിക്കാൻ വിറകില്ലായൊന്നുമില്ല കേട്ടോ. ചകിരിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് കൊള്ളി വിറകാണ് വേണ്ടത്. അപ്പം ഇനി വെറുതെ വൃത്തിയാക്കാണ്ട് കേട്ടോ. ഇനി ഒരു ദിവസം ആ വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുറച്ച് കൊള്ളി വിറക് ഇറക്കാണ്ട്. അപ്പം ഞങ്ങളൊരു കുടുംബത്തിൽ തന്നെ ഉണ്ട് ഒരു ആൾ കേട്ടാ. അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ കൊടുന്ന് തരും വിറകിൻ്റെ പണിയുണ്ട് അവന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലൗസ് അടിക്കാനുള്ള അതിൻ്റെ ലൈനിങ്ങൊക്കെ എടുക്കണം കേട്ടോ. അതൊക്കെ ആയിട്ട് ഞാൻ ലൈനിങ്ങൊക്കെ എടുത്ത് വന്ന് അതിനുള്ള നൂലും ഒക്കെ എടുത്തപ്പോൾ ഒരു ഹോം സെൻറ്ററിൽ കയറിയിട്ടാണ് വൻപാട് തന്നെ. അപ്പോൾ 2 ടോപ്പ് എടുത്തിട്ടാ. ഇത് വീട്ടിലൊക്കെ ഇടാലോ വെച്ചിട്ട്. മാക്സിൻ്റെ പൈസയും കൂടി ആയിട്ടില്ല കേട്ടോ. 190 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും 2 ടോപ്പ് കൊടുത്തു. അപ്പോൾ ഒരു പാത്രം കേട്ടാ. ആൾക്കാരൊക്കെ ആകുമ്പോൾ വല്ല അരി ആട്ടി വെക്കാനാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്യാസുമ്മലൊക്കെ കുറച്ച് ഏറെ കറി വെക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ട് വെച്ചെങ്കിലൊക്കെ നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഭ്രാന്താട്ടാ. അപ്പോൾ ഒരു ഡവറ വാങ്ങിച്ചതാട്ടാ. നല്ല ചെത്തായിട്ടുള്ള. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിക്കത്. അപ്പോൾ ഞാൻ 300 എത്രയോ രൂപ ഉണ്ടായിരുന്നു. 300 രൂപ 305 രൂപ 300 റുപ്യ മേടിച്ചിട്ടുള്ളൂ. അത് മേടിച്ചിട്ടാണ്. പിന്നെ ഈ 3 ബ്ലൗസിൻ്റെ തുണിക്കും ഒക്കെ ലൈനിങ് കൊടുത്തിട്ടാണ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരട്ടെ കൂട്ടുകാർ.